ഹലോ ഹായ് അസ്സലാമു അലൈക്കും, വെൽക്കം ടു അസ്നാസ് കിച്ചൺ. ഇന്നിതാ ഞാൻ മലപ്പുറത്ത് വെച്ച് നടത്തിയിട്ടുള്ള ഒരു വനിതാ പാചകറാണി മത്സരം ഉണ്ടായിരുന്നു. അതിൽ കിട്ടിയ വിശേഷങ്ങളായിട്ടാണ് വന്നിട്ടുള്ളത്. ഇവിടെ മലപ്പുറം വ്യാപാരി വ്യവസായി ഏകോപന സമിതിയുടെ വനിതാ വിങ്ങും EP കിച്ചണും കൂടി സംയുക്തമായിട്ട് നടത്തിയിട്ടുള്ള ഈ ഒരു വനിതാ പാചകറാണി മത്സരത്തിലേക്ക് സെലക്ഷൻ കിട്ടിയിട്ട് പോയതാണ്. അന്നത്തെ കുറേ വിശേഷങ്ങളും അന്നത്തെ കുക്കിംഗ് എക്സ്പീരിയൻസും അന്ന് എനിക്ക് സെക്കൻഡ് പ്രൈസ് കിട്ടിയതും ഒക്കെ ഒരു സന്തോഷ നിമിഷങ്ങളാണ്. അത് കുറച്ച് നിങ്ങൾക്ക് മുമ്പിൽ പങ്കുവെക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇന്ന് വന്നിട്ടുള്ളത്. ഒരുപാട് മത്സരാർത്ഥികൾ, 25 മത്സരാർത്ഥികൾ ഒരുമിച്ച് കുക്ക് ചെയ്ത് ലൈവ് കുക്കിംഗ് കോമ്പറ്റീഷൻ ആയിരുന്നു. ആ സമയത്ത് എൻ്റെ മോനായിരുന്നു എനിക്ക് ഹെൽപ്പിങ്ങിനായിട്ട് നിന്നിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഉച്ചയ്ക്ക് 2 മണിക്കാണ് കേട്ടോ നമ്മുടെ ഈ പ്രോഗ്രാം സ്റ്റാർട്ട് ചെയ്തത്. അപ്പോൾ അതിൻ്റെ മുമ്പായിട്ട് തന്നെ നമ്മൾക്ക് തന്നിട്ടുള്ള ഗ്യാസ് സ്റ്റവിൻ്റെ മുമ്പിൽ എല്ലാം റെഡിയാക്കി വെക്കണം. അപ്പം അന്നത്തെ കുറച്ച് വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ ആയിട്ടാണ് വന്നിട്ടുള്ളത് കേട്ടോ. അപ്പം എന്നെപ്പോലെ 24 പേരോടൊപ്പമാണ് ഞാൻ മത്സരിച്ചത്. അപ്പോൾ ഇതാണ് തേർഡ് കിട്ടിയ ആൾ. അപ്പം അങ്ങനെ ഒരുപാട് വിശേഷങ്ങളും കാര്യങ്ങളും അന്നത്തെ ദിവസം ഒരുപാട് വീഡിയോ ഒക്കെ എടുത്തിട്ടുണ്ട്. അത് നിങ്ങൾക്ക് മുന്നിൽ കൊണ്ടുവരികയാണ്. അപ്പോൾ എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ കാണാൻ ശ്രമിക്കുക. അതുപോലെ എൻ്റെ കുക്കിങ്ങും ഇതിൽ കാണുന്നുണ്ട്. അപ്പോൾ എല്ലാവരും ഒന്ന് ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഒന്നും മറക്കരുത്. അപ്പം ഞാൻ ഉണ്ടാക്കിയത് തക്കാരക്കോഴിയാണ് കേട്ടോ. അപ്പോൾ ആദ്യം തന്നെ ഒന്ന് മാഗ്നേറ്റ് ചെയ്ത് വെച്ചു. അതിനുശേഷം ഈ കാലയ്ക്ക് രണ്ടും കൂട്ടിക്കെട്ടിയതിന് ശേഷം ഇതൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം. അപ്പോൾ ആ കുക്കിങ്ങിൻ്റെ ഒരു പ്രിപ്പറേഷനും കാര്യങ്ങളും എല്ലാം ഇതിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ എൻ്റെ വീഡിയോ മുഴുവനായിട്ട് കാണാൻ ശ്രമിക്കുക. കൂടാതെ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഒന്നും മറക്കരുത്. അപ്പോൾ ഇതിൻ്റെ വിശേഷങ്ങൾ ഒന്ന് കണ്ടിട്ട് വരാം. അപ്പോൾ തക്കാളിക്കോഴി ഉണ്ടാക്കാൻ വേണ്ടി ഞാൻ ആദ്യം തന്നെ നമ്മുടെ ചിക്കനൊക്കെ നന്നായിട്ട് മാഗ്നേറ്റ് ചെയ്ത് എടുത്തിട്ടുണ്ട്. ഫസ്റ്റ് കോട്ടിങ് മാഗ്നേഷൻ മാത്രം കേട്ടോ. ഒന്ന് സിമ്പിളായിട്ട് വെറുതെ ഒരു കാശ്മീരി മുളക് പൊടിയും ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും ഉപ്പും ചേർത്ത് നന്നായിട്ട് കുറച്ച് വിനാഗിരിയും ചേർത്ത് നന്നായിട്ടൊന്ന് മസാല പുരട്ടി എടുത്തിട്ടുണ്ട്. അപ്പോൾ അത് റെഡിയാക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ തന്നെ നമ്മുടെ കുക്കറിൽ ആദ്യം തന്നെ ഞാൻ 2 വിസിൽ വരുത്താണ് കേട്ടോ. എന്നാലേ പെട്ടെന്ന് വെന്ത് കിട്ടത്തുള്ളൂ. അതുകൊണ്ട് അല്പം ഒരു 2 ടേബിൾ സ്പൂണോളം സൺഫ്ലവർ ഓയിൽ ഒഴിച്ച് കൊടുത്തിട്ട് നന്നായിട്ട് നമ്മുടെ ചിക്കനെ അങ്ങ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇത് 2 വിസിലൊന്ന് വരുന്നവരെ ആദ്യം തന്നെ വേവിച്ചെടുക്കുകയാണ് കേട്ടോ. അപ്പോൾ കുക്കിംഗ് ഒക്കെ നടന്നുകൊണ്ടേ ഇരിക്കുന്നുണ്ട്. അപ്പോൾ നമ്മുടെ വനിതാ വിങ്ങിൻ്റെ പ്രവർത്തകർ എല്ലാവരും സജീവമായിട്ട് ഫോട്ടോഷൂട്ടും കാര്യങ്ങളും ഒക്കെ ഉണ്ട്. ഞാനിത് തകൃതിയായിട്ട് നമ്മുടെ തക്കാരക്കോഴി ഉണ്ടാക്കുന്നുണ്ട്. അപ്പോൾ എൻ്റെ കുക്കിങ്ങിൻ്റെ ഒരുപാട് വിശേഷങ്ങളൊന്നും ഞാനതിൽ ഉൾപ്പെടുത്തിയിട്ടില്ല. അപ്പോൾ ആദ്യം തന്നെ ഞാൻ ആ കുഞ്ഞ് സ്റ്റാർട്ടിങ് എടുക്കുന്ന മാത്രമേ എടുത്തിട്ടുള്ളൂ കേട്ടോ. പിന്നെ ഞാൻ ബട്ടറും നെയ്യും മാത്രമാണ് ഇതിലേക്ക് മസാല ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ആഡ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഞാൻ പെട്ടെന്ന് തന്നെ 1.5 മണിക്കൂർ കൊണ്ട് നമുക്ക് കുക്കിങ്ങും ചെയ്യണം, അതേപോലെ തന്നെ പ്രസൻറ്റേഷനും ചെയ്യണം. അതുകൊണ്ട് തന്നെ പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടി നോക്കുകയാണ്. പിന്നെ ഇതിൽ വെജിറ്റബിൾസൊക്കെ നേരത്തെ കട്ട് ചെയ്ത് കൊണ്ടുവരാം എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ എല്ലാം കട്ട് ചെയ്ത് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് ഈസിയായി. അങ്ങനെ വല്യുള്ളിയൊക്കെ നന്നായി വാട്ടി നമ്മുടെ അടിപൊളി മസാലയൊക്കെ ഉണ്ടാക്കിയെടുക്കാണ് കേട്ടോ. എല്ലാവരും തകൃതിയായിട്ട് ഭയങ്കര കുക്കിങ്ങിലാണ് കേട്ടോ. അപ്പം അതിനൊപ്പം തന്നെ അവിടെ പാട്ടും കാര്യങ്ങളൊക്കെ അതും ഉണ്ട് കേട്ടോ. അപ്പം ഞാനും തന്നെ പെട്ടെന്ന് മസാലകളൊക്കെ ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടിയിട്ട് കറിവേപ്പിലയൊക്കെ ഇട്ട് പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കുകയാണ്. നമ്മൾ സാധാ വീട്ടിലുണ്ടാക്കുന്ന പോലെയല്ലല്ലോ. 1.5 മണിക്കൂർ കൊണ്ട് ഫുഡ് ഉണ്ടാക്കിയെടുക്കണം. കൂടാതെ ക്ലീൻ ആക്കിയതിന് ശേഷം ഫുഡ് പ്രസൻറ്റേഷനും വേണം. അപ്പോൾ അങ്ങനെയെല്ലാം പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കുകയാണ്. അപ്പോൾ നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു എനിക്ക്. ആദ്യത്തെ ലൈവ് കുക്കിംഗ് കോമ്പറ്റീഷനാണ്. അതുമാത്രമല്ല ഒരുപാട് സന്തോഷത്തോടെ മടങ്ങേണ്ടി വന്നു. അവിടെ നമുക്ക് ഗ്യാസ് അടുപ്പും സ്റ്റവും കാര്യങ്ങളൊക്കെ വെള്ളമൊക്കെ നല്ല സൗകര്യങ്ങൾ ഏർപ്പെടുത്തിയിരുന്നു. അതിൻ്റെ പുറമെ തന്നെ നമുക്ക് പ്രോത്സാഹന സമ്മാനമായിട്ട് ഒരുപാട് സമ്മാനങ്ങൾ കിട്ടി കേട്ടോ. കാസറോളും ജ്യൂസ് സെറ്റും പിന്നെ
മസാലപ്പൊടികളൊക്കെ. അപ്പോൾ ഭയങ്കര സന്തോഷമായി. എല്ലാവർക്കും ഒരുപോലെ സമ്മാനങ്ങളും അതുപോലെ തന്നെ അവരുടെ ആ ഒരു നമ്മളെ പ്രൈസ് കിട്ടുമ്പോൾ നമ്മളോടുള്ള ആ ഒരു സന്തോഷം കാണിക്കലൊക്കെ ഒരുപാട് സന്തോഷമായി. ഇപ്പോൾ അതുപോലെ തന്നെ നമുക്ക് 3000 ക്യാഷ് പ്രൈസായിട്ടും കൂടി കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ അതുപോലെ ഒരു മൊമെൻറ്റോ ഈ എല്ലാത്തിലേറെ വലുതാണ് ആ ഒരു ഭാഗ്യചക്രാണി സെക്കൻഡ് പ്രൈസ് എന്ന ആ ഒരു മൊമെൻറ്റോ എനിക്ക് ഭയങ്കര സന്തോഷമായി. അങ്ങനെ ഒരുപാട് ഞങ്ങളുടെ നാട്ടിലുള്ള ആൾക്കാർ വ്യാപാരി വ്യവസായിയുടെ ഒരുപാട് അതിൻ്റെ സെക്രട്ടറി കാര്യങ്ങൾ എല്ലാവരും എന്താ അടുത്ത് വന്നത് എന്താ ഉണ്ടാക്കുന്നതെന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അങ്ങനെ നമ്മൾ തക്കാരക്കോയിനെ കുറിച്ചൊക്കെ പറഞ്ഞു കൊടുത്തു. അത് പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കുകയാണ്. ഈ ഒരു പരിപാടി തന്നെയാണ് കേട്ടോ എൻ്റെ ആദ്യത്തെ ലൈവ് കുക്കിംഗ് കോമ്പറ്റീഷൻ. എനിക്ക് ഒരുപാട് എക്സ്പീരിയൻസുകളും അതേപോലെ തന്നെ ഫാസ്റ്റായിട്ട് കുക്ക് ചെയ്യാൻ പറ്റുന്നുണ്ടോ എന്നറിയാനൊക്കെ ഈ ഒരു ആദ്യത്തെ ഈ ഒരു കോമ്പറ്റീഷനിലൂടെ എനിക്ക് പറ്റിയിട്ടോ. ഞാൻ ആദ്യം ഭയങ്കര ടെൻഷൻ അടിച്ചാണ് അത് ചെയ്തുകൊണ്ട് നിൽക്കുന്നത്. അപ്പോൾ എനിക്കത് എൻ്റെ മുഖത്ത് തന്നെ കാണാൻ പറ്റും കേട്ടോ. പിന്നെ എൻ്റെ ആദ്യം തന്നെ വല്യുള്ളിയൊക്കെ ജസ്റ്റ് ഒന്ന് വാട്ടി അതിന് ശേഷം പിന്നെ മസാലയിലേക്കൊക്കെ തട്ടി കൊടുത്തു. പെട്ടെന്നൊക്കെ ചെയ്തുകൊണ്ട് നിൽക്കുന്നുണ്ട്. പിന്നെ അത് ക്ലീനിങ്ങും ചെയ്യണ്ടേ. അപ്പം മാക്സിമം എഫേർട്ട് എടുത്ത് ചെയ്തു. അങ്ങനെ എൻ്റെ ഉപ്പാനെയും എൻ്റെ ഉപ്പാനാനിയന്മാരെയും എൻ്റെ സ്വന്തം ഏട്ടന്മാരെയൊക്കെ അറിയണ പേരുണ്ടായിരുന്നു. അങ്ങനെ എല്ലാവരും എന്നോട് ഓരോരുത്തർ വിശേഷങ്ങൾ ചോദിക്കുന്നു. പിന്നെ ബാക്കിയുള്ള കണ്ടസ്റ്റൻസ് എല്ലാവരും ഒരുപോലെ ഒന്നിനൊന്നും മെച്ചം തന്നെ പറയാം. അടിപൊളിയായിട്ട് കുക്ക് ചെയ്തെടുക്കുന്നുണ്ട്. കൂടാതെ അവിടെ പാട്ടും അതിനൊപ്പം തന്നെ ഉണ്ട്. അപ്പം ഞാൻ കുക്കിംഗ് ഒക്കെ കഴിഞ്ഞു. അതിനുശേഷം പ്രസൻറ്റേഷനാണ് കേട്ടോ. അപ്പോൾ എല്ലാം ഒന്ന് സെറ്റ് ചെയ്തെടുക്കുകയാണ്. അപ്പോൾ നമ്മുടെ കോഴി നമ്മളെ തക്കാരക്കോഴി റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഞാൻ തക്കാരക്കോഴി ഒരുക്കി വെച്ചിട്ടുണ്ട്. അത് കണ്ടോ, നല്ല ഭംഗിയുണ്ടോ? അപ്പോൾ നിങ്ങളെ കമൻറ്റൊക്കെ ഒന്ന് കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. അതുപോലെ തന്നെ ബാക്കിയുള്ളവരതൊക്കെ കേട്ടോ. ഇതുപോലെ എനിക്ക് പേരൊന്നും അറിയില്ല, അതിൻ്റെ അടുത്തൊക്കെ എഴുതിയിട്ടുണ്ട്. അപ്പോൾ ഒരുപാട് വെറൈറ്റി ഡിഷസ് ഉണ്ട്. അതൊക്കെ കഴിക്കാനും ടേസ്റ്റ് ചെയ്യാനും അതെങ്ങനെയാണ് കുക്കിംഗ് എന്നൊക്കെ അറിയാൻ പറ്റി. ഭയങ്കര സന്തോഷമായിട്ടോ. പിന്നെ ഇതെന്താ തുർക്കി പൊറോട്ടയോ അങ്ങനെ എന്തോ സംഭവം. അപ്പോൾ അതൊക്കെ വെറൈറ്റി ടേസ്റ്റുകളുള്ള ഓരോരുത്തർക്കും ഓരോ കൈപ്പുണ്യങ്ങളല്ലേ. അപ്പോൾ എല്ലാവരും കണ്ടു. നമുക്ക് ഭയങ്കര സത്യം പറഞ്ഞാൽ ഭയങ്കര സന്തോഷമായിട്ടോ. ഇതാണ് നമ്മുടെ 3rd പ്രൈസ് കിട്ടിയിട്ടുള്ള നവരത്ന ചിക്കന്. അടിപൊളി ടേസ്റ്റ് ആയിരുന്നു കേട്ടോ. റഷിദത്ത ഒരുപാട് കോൺടെസ്റ്റിൽ പങ്കെടുത്ത വ്യക്തി തന്നെയാണ് കേട്ടോ. അപ്പോൾ അതിൻ്റെ ഒപ്പം തന്നെ വെള്ളപ്പവും പിന്നെ നമുക്ക് സൈഡായിട്ട് കൊണ്ടുവരുന്ന ഡിഷ് നമുക്ക് വീട്ടിൽ ഉണ്ടാക്കിയിട്ട് കൊണ്ടുവരാമെന്ന് പറഞ്ഞിരുന്നു. അതുകൊണ്ട് തന്നെ അത് ഞാൻ ഓറഞ്ച് റൈസാണ് കൊണ്ടുവന്നിരുന്നത്. അപ്പോൾ ഇതുപോലെ എല്ലാവരും അവരവരുടേതായിട്ടുള്ള ഡിഷസൊക്കെ നന്നായിട്ട് ഇതുപോലെ ഡെക്കറേറ്റ് ചെയ്ത് വെക്കുകയാണ് കേട്ടോ. എന്താ ചിക്കൻ പിരിശപ്പിടി വിത്ത് റോൾഡ് ബനാന ഫ്ലവർ. അപ്പോൾ അങ്ങനെ ഒരുപാട് പേരൊന്നും കിട്ടത്തില്ല. അങ്ങനെ അടിപൊളി സാധനങ്ങളായിട്ട് ഒരുപാട് പേര് ഉണ്ട് കേട്ടോ. അപ്പം നമുക്ക് ഇപ്പോഴാണ് മനസ്സിലാവുന്നത് ചിക്കൻ കൊണ്ട് ഇതുപോലെ പലതും ഉണ്ടാക്കാൻ പറ്റും എന്നുള്ളത്. ഇന്ന് ചിക്കാക്കോ റൈസ്. അപ്പോൾ കാണാൻ നല്ല ഭംഗിയുണ്ടല്ലേ, പല കളറിലും ഒക്കെ. അപ്പോൾ ഇതുപോലെ തന്നെ കുക്കിംഗ് കോമ്പറ്റീഷനിൽ പങ്കെടുക്കാറുണ്ട്. എനിക്കിപ്പോൾ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അപ്പോൾ 2-3 കുക്കിംഗ് കോമ്പറ്റീഷനിൽ പങ്കെടുത്തു. ഇതിന് ശേഷം ഞാൻ വനിതാ പാചകറാണി മാഗസിൻ്റെ വനിതയിലേക്ക് ഞാൻ 5 റെസിപ്പി ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു. അത് സെലക്ഷൻ കിട്ടിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ അതും ഞാൻ അറ്റൻഡ് ചെയ്തതിന് ശേഷമാണ് ഞാൻ ഈ വീഡിയോ അപ്ലോഡ് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ മലപ്പുറത്തെ മൊഞ്ചത്തിമാർ മാത്രമല്ല, നല്ല കുക്കിംഗ് എക്സ്പേർട്ടും കൂടിയാണെന്ന് തെളിയിച്ചു കൊടുത്തു. നമ്മൾ മലപ്പുറത്ത് നിന്ന് മാത്രമല്ല കേട്ടോ, നമ്മുടെ തലശ്ശേരിയിൽ നിന്നും വയനാട്ടിൽ നിന്നും കണ്ണൂരിൽ നിന്നും ഒക്കെ
നിന്നൊക്കെ വന്നിട്ടുണ്ടായിരുന്നു, കോഴിക്കോട് നിന്നൊക്കെ വന്നിട്ടുണ്ടായിരുന്നു ഈ ഒരു കുക്കിങ്ങിന് കോമ്പറ്റീഷനിൽ പങ്കെടുക്കാൻ വേണ്ടിയിട്ട് ഒരുപാട് പേര്. അപ്പോൾ നമുക്ക് അങ്ങനത്തെ എല്ലാവരെയും പരിചയപ്പെടാൻ പറ്റിയതും ഒക്കെ ഒരുപാട് സന്തോഷമായി. അതുമാത്രമല്ല എല്ലാവരുടെയും ടേസ്റ്റും വ്യത്യസ്തമാണ്. അപ്പോൾ അതൊക്കെ ടേസ്റ്റ് ചെയ്യാനും കാണാനും അടുത്തറിയാനും പറ്റിയത് തന്നെ വലിയൊരു ഭാഗ്യമായിട്ടാണ് കാണുന്നത്. തൃശ്ശൂരിൽ നിന്നൊക്കെ കണ്ടസ്റ്റൻസ് ഉണ്ടായിരുന്നു. അവർക്കൊക്കെ എന്നെക്കാൾ കൂടുതൽ എക്സ്പീരിയൻസ് ഉള്ളവരാണ്. ഇതിനു മുമ്പേ ഒരുപാട് അതിൽ പങ്കെടുത്ത് വിജയിച്ചവരുമുണ്ട്, അതുപോലെ പങ്കെടുത്തവരും ഒക്കെ ഉണ്ട്. അപ്പോൾ എനിക്ക് ഭയങ്കര ടെൻഷൻ ഉണ്ടായിരുന്നു. എന്നാലും ഞാൻ ഹാപ്പിയായി. ഇതുപോലെ വ്ളോഗ് എടുക്കാൻ പറ്റി, റീൽസ് എടുക്കാൻ പറ്റിയതിൽ അതിലും ഭയങ്കര സന്തോഷമായി. അപ്പോൾ ഇതുപോലെ വെറൈറ്റി സ്നാക്സുകളും എൻ്റെ കൂടെ ഉണ്ട്. അതുപോലെ തന്നെ ഇങ്ങനെ ഒരു ചിക്കൻ എന്താണെന്നുള്ളത് പോലും മനസ്സിലാവില്ല, അത്രയ്ക്ക് ഭംഗിയിലൊക്കെ എല്ലാവരും ഇത് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മൾ വിചാരിച്ചതിലേറെ വലിയൊരു ഗ്രാൻഡ് പരിപാടി തന്നെയായിരുന്നു മലപ്പുറത്ത് കേട്ടോ. അത് നമുക്ക് അതിനുശേഷം ഫുഡും പരിപാടിക്ക് ശേഷം നമുക്കായിട്ട് ഫുഡൊക്കെ ഉണ്ടായിരുന്നു. ഒരുപാട് ഫുഡ് ഉണ്ടായിരുന്നു കേട്ടോ നമുക്കായിട്ട് അവർ ഒരുക്കിയിട്ടുള്ളത് പരിപാടിക്ക് ശേഷം. ഇതൊക്കെ കുക്കിംഗ് കോമ്പറ്റീഷന് വേണ്ടി ഉണ്ടാക്കിയ ഫുഡുകളാണ്. പക്ഷേ നമ്മളെല്ലാവരും എല്ലാം കഴിഞ്ഞ് ടയേർഡായി അവിടുന്ന് ഫുഡൊക്കെ കഴിച്ചിട്ടാണ് പോകുന്നത്. അപ്പോൾ ഇതാണ് ഫസ്റ്റ് പ്രൈസ് കിട്ടിയിട്ടുള്ളത് കേട്ടോ. അങ്ങനെ വെറൈറ്റി ഡിഷസും ഒരുപാട് വെറൈറ്റീസും ഉണ്ട്. അതൊന്നുമല്ല, ഇതെല്ലാം അലങ്കരിച്ചിട്ടുള്ളതും ഇത് വെച്ചിട്ട് കൊടുത്തിട്ടുള്ളതൊക്കെ വെറൈറ്റി രൂപത്തിലാണ്. അതൊക്കെ കാണുമ്പോഴാണ് നമുക്ക് മനസ്സിലാവുക എല്ലാവർക്കും ഒരിടത്തും ഓരോരോ കഴിവുകളുണ്ട്. അപ്പോൾ കുക്കിംഗ് എന്ന് പറയുന്നത് ഒരു ക്രേസ് തന്നെയാണ്. നമ്മൾ പാഷനാക്കി എടുക്കുകയാണെന്നുണ്ടെങ്കിൽ അതിലും നമുക്ക് സന്തോഷം കണ്ടെത്താം. അപ്പോൾ ഇതുപോലെ ഗ്രിൽ ചിക്കനും ഒക്കെ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. അതെല്ലാം നമ്മൾ ടേസ്റ്റ് ചെയ്തിരുന്നു കേട്ടോ. അപ്പോൾ ഈ ഒരു എക്സ്പീരിയൻസ് ഭയങ്കര ഒരു സന്തോഷമുള്ള ഒരു എക്സ്പീരിയൻസാണ്. നമ്മൾ കഴിയില്ല എന്ന് വിചാരിച്ച കുറേ കാര്യങ്ങൾ നമുക്ക് കഴിയുമെന്ന് എനിക്ക് പഠിക്കാൻ പറ്റി കേട്ടോ. അതായത് 1.5 മണിക്കൂർ കൊണ്ട് ഇത്രയും പെട്ടെന്ന് ഫാസ്റ്റായിട്ട് കുക്ക് ചെയ്യാനോ ഒക്കെ കഴിഞ്ഞതെന്ന് പറയുന്നത് ഭയങ്കര ഒരു ഭാഗ്യമായിട്ട് കാണുകയാണ്. അപ്പോൾ എൻ്റെ വീഡിയോ ഫുള്ളായിട്ട് തന്നെ കാണാൻ ശ്രമിക്കുക, ഫീഡ്ബാക്ക് അറിയിക്കുക. ഇങ്ങനെ ഈ ഒരു പാചക മത്സരത്തിൽ ചെന്നപ്പോൾ കേട്ടോ ചിക്കൻ കൊണ്ട് ഇത്രയും വെറൈറ്റി ഉണ്ടാക്കാൻ പറ്റിയതാണ് ക്രീമി ചിക്കൻ. അടിപൊളി ടേസ്റ്റാണ്. എൻ്റെ തൊട്ടടുത്തുള്ള ടേബിളായിരുന്നു കേട്ടോ ഷേലാൻ്റെ ഫുഡാണ് ഫ്രൈ ചിക്കൻ ക്രീമി. അപ്പോൾ ടേസ്റ്റിയാണ് കേട്ടോ. അപ്പോൾ എൻ്റെ അടുത്തുള്ളതായതുകൊണ്ട് തന്നെ എനിക്ക് നന്നായിട്ട് അവരായിട്ടും പരിചയമായി. അപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും ചില കാര്യങ്ങളൊക്കെ ഷെയർ ചെയ്യാനും ഒക്കെ പറ്റി. നല്ലൊരു ഫ്രണ്ടായിട്ട് എനിക്ക്. അങ്ങനെ ഓരോരുത്തരായി എൻ്റെ തക്കാരക്കോഴിയുടെ അടുത്ത് വന്ന് ഫോട്ടോ എടുക്കലും ടേസ്റ്റ് ചെയ്യാനും ഒക്കെ വന്നുകൊണ്ട് നിൽക്കുകയാണ് കേട്ടോ. പക്ഷേ നമ്മുടെ ജഡ്ജ്മെൻറ്റിന് ശേഷം മാത്രമാണ് ടേസ്റ്റ് ചെയ്യാൻ കൊടുക്കാൻ പറ്റത്തുള്ളൂ. അതുകൊണ്ട് തന്നെ ഞാനിതാ ജഡ്ജസ് വരാൻ വേണ്ടി വെയിറ്റിങ്ങിലാണ്. എൻ്റെ ചെസ് നമ്പർ 11 കേട്ടോ. അപ്പോൾ എൻ്റെ തക്കാരക്കോഴിയെ ടേസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ജഡ്ജസൊക്കെ എത്തിയിട്ടുണ്ട്. അങ്ങനെ എൻ്റെ തക്കാരക്കോഴി എല്ലാവരും നല്ല ടേസ്റ്റ് ചെയ്യുന്നുണ്ട് കേട്ടോ ജഡ്ജിമാർ. അതുപോലെ റെസിപ്പിൻ്റെ അതിലുള്ള ചേരുവകളുടെ ഒരു പേപ്പറിലെല്ലാം എഴുതിയിട്ട് പ്രിൻ്റ് എടുത്ത് വെക്കണം എന്ന് പറഞ്ഞിരുന്നു. അപ്പോൾ അതും ഒക്കെ ചെക്ക് ചെയ്യാണ്. ഇൻഗ്രീഡിയൻസ് നമ്മൾ എക്സ്ട്രാ എന്തെങ്കിലും ചേർത്തിട്ടുണ്ടോ എന്നൊക്കെ നോക്കാൻ വേണ്ടിയിട്ടും ഒക്കെ ചെക്ക് ചെയ്തതിനു ശേഷം നമ്മുടെ ഫുഡൊക്കെ ടേസ്റ്റ് ചെയ്തെടുത്തു നോക്കി എല്ലാ ജഡ്ജിമാരും. ഈ മൊത്തത്തിൽ 7 ജഡ്ജിമാരുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഭയങ്കര സന്തോഷമില്ല ഇത്രയും വലിയ പ്ലാറ്റ്ഫോം കിട്ടിയതും അതിൽ പങ്കെടുക്കാൻ പറ്റിയതും. അതുപോലെ സെക്കൻഡ് പ്രൈസ് എന്ന് പറയുന്നത് എനിക്ക് വലിയൊരു പ്രൈസ് തന്നെയാണ് കേട്ടോ. അപ്പോൾ എന്നെ അപേക്ഷിച്ച് എന്നെ തുടക്കക്കാരി എന്ന അപേക്ഷിച്ചൊക്കെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ ഈ ഫീൽഡിലേക്ക് ഇറങ്ങിയിട്ട് ആകെ 4 മാസമേ ആയിട്ടുള്ളൂ. കുക്കിംഗ് ചാനലുണ്ടെന്ന് മാത്രമുള്ള ആ ഒരു കോൺഫിഡൻസ് ലെവലിൽ മാത്രമാണ് ഞാനിതിനെ ഇറങ്ങിയത്. 1.5 മണിക്കൂറാണ് ഞാൻ കുക്ക് ചെയ്ത് ഇതുപോലെ ആക്കി നമുക്ക് സമ്മാനം കിട്ടിയാൽ നമുക്ക് സന്തോഷം തന്നെയല്ലേ. അപ്പോൾ എല്ലാവരും എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. അപ്പോൾ ഇനിയും പുതിയ പ്ലാറ്റ്ഫോമുകൾ കിട്ടാനും നമുക്ക് ഒരുപാട് പേര് പരിചയപ്പെടാനും ഒക്കെ പറ്റണം. അപ്പോൾ എൻ്റെ കുക്കിങ്ങൊക്കെ എൻ്റെ തക്കാരക്കോഴിയൊക്കെ എല്ലാവരും ടെസ്റ്റ് ചെയ്ത് ചെക്കൊക്കെ ചെയ്തു. അതുപോലെ അവിടെ കൂടിയിരുന്ന എല്ലാവരും ടേസ്റ്റ് ചെയ്ത് നല്ല ടേസ്റ്റ് ഉണ്ടെന്നൊക്കെ പറഞ്ഞിരുന്നു കേട്ടോ. അപ്പോൾ എൻ്റെ ചിക്കൻ എന്തായാലും ഈ മസാല കൂട്ടി കഴിക്കുമ്പോഴാട്ടോ നല്ല ടേസ്റ്റ് വരിക. അപ്പോൾ എല്ലാവരും മസാല കൂട്ടിയൊക്കെ കഴിച്ചു, റിവ്യൂ ഒക്കെ പറഞ്ഞു വന്നവരാണ് കേട്ടോ. പിന്നെ ഈ ബ്ലാക്ക് ഇട്ടതാണ് നമ്മൾ സുനിലേട്ടൻ, അതാണ് മെയിനായിട്ടുള്ള ഷെഫ്. അതാണ് EP കിച്ചൻ്റെ ഓണർ കേട്ടോ.
അപ്പോൾ ഇത് നടത്തിയിട്ടുള്ളത് ഞാൻ നേരത്തെ പറഞ്ഞു, മലപ്പുറത്തെ വ്യാപാരി വ്യവസായിയുടെ വനിതാ വിങ്ങും EP കിച്ചണും കൂടിയിട്ടാണ് നടത്തിയിട്ടുള്ളത്. അപ്പോൾ അവരുടെ EP കിച്ചണിലെ അവരുടേത് ഷെഫുമാണ് കേട്ടോ, നമ്മുടെ സുനിലേട്ടൻ. അപ്പോൾ അവരൊക്കെ നോക്കി നന്നായിട്ട് ടേസ്റ്റ് ഉണ്ടെന്നും പിന്നെ എൻ്റെ ഇൻഗ്രീഡിയൻസിൽ വന്ന ചെറിയ ചെറിയ മൈനസ് കാര്യങ്ങളും ഒക്കെ പറഞ്ഞു തന്ന് മനസ്സിലാക്കി തന്നു കേട്ടോ. അതെനിക്ക് ഭയങ്കര സന്തോഷമായി. നമുക്ക് നമ്മുടെ തെറ്റുകളും കൂടി നമുക്ക് അത് കേൾക്കാനും അത് തിരുത്തി നമുക്ക് ഇനി ആവർത്തിക്കാതിരിക്കാനും ഒക്കെ വേണ്ടി നമ്മളെ കുക്കിങ്ങിൽ ഒരുപാട് കുറവുകളൊക്കെ ഉണ്ടാവും. അപ്പോൾ അതൊക്കെ നമുക്ക് പറഞ്ഞു തന്ന് മനസ്സിലാക്കി തന്നു. അങ്ങനെ എല്ലാ ജഡ്ജസിൻ്റെയും ടേസ്റ്റ് നോക്കലും ഒരു വേവ് നോക്കലും എല്ലാം കഴിഞ്ഞതിന് ശേഷമാണ് കേട്ടോ. അപ്പോൾ ജഡ്ജ്മെൻറ്റിന് ശേഷം നമുക്ക് പ്രോത്സാഹന സമ്മാനമൊക്കെ കിട്ടിയിട്ടോ വനിതാ വിങ്ങിൻ്റെ വക. അടുത്തതായി നമുക്ക് പ്രൈസ് അനൗൺസ്മെൻ്റ് ആണ്. അങ്ങനെ പ്രൈസൊക്കെ കിട്ടി. സെക്കൻഡ് പ്രൈസിൻ്റെ ശാശയൊക്കെ അണിയിച്ചു തന്നു. ഭയങ്കര ഹാപ്പി ആയിട്ടോ. ക്യാഷ് പ്രൈസായിട്ട് 3000 രൂപയും കിട്ടി. പിന്നെ നമ്മുടെ പാചകറാണിയുടെ മൊമെൻറ്റോയും കിട്ടി. അങ്ങനെ മൊമെൻറ്റോ കിട്ടിയിട്ടോ. ഇതാണ് വ്യാപാരി വ്യവസായിയുടെ സംസ്ഥാന സെക്രട്ടറിയുടെ താജുക്ക. അപ്പോൾ അവരുന്നൊക്കെ അതൊക്കെ വാങ്ങി. അതുപോലെ തന്നെ തേർഡ് പ്രൈസിൻ്റെ സമ്മാനമൊക്കെ കൊടുക്കുന്നതാണ് ഇത്. തേർഡ് പ്രൈസ് കിട്ടിയിട്ടുള്ളത് നമ്മളെ മലപ്പുറത്തുള്ള റഷീദത്താണ് കേട്ടോ. ഇവർ കുറേ മത്സരങ്ങൾക്കൊക്കെ പങ്കെടുത്തിട്ടുണ്ട്. അങ്ങനെ ഫസ്റ്റ് പ്രൈസ് കിട്ടിയത് കോട്ടയ്ക്കുള്ള നെഹ്മക്കാണ് കേട്ടോ. അവളെ ഷെഫ് ഹൗസിൽ അതിൻ്റെ തലേ ദിവസം മത്സരത്തിന് ഫസ്റ്റ് പ്രൈസ് കിട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പം അങ്ങനെ എല്ലാവരും നല്ല സന്തോഷത്തോടു കൂടി ഒരുപാട് ഫോട്ടോസ് ഷൂട്ടും വീഡിയോസും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ ശേഷം നമ്മൾ പോകുന്നത്. അപ്പം ഞാൻ പറഞ്ഞു സ്പെഷ്യലായിട്ട് നമുക്ക് ഫുഡൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. ഗീ റൈസും പൊറോട്ടയും കറിയും കാര്യങ്ങളും ഒരുപാട് ഫുഡ് ഐറ്റംസ് ഉണ്ടായിരുന്നു. വീട്ടിലെത്തി ഞാൻ എല്ലാ പ്രൈസും ഒന്ന് അൺബോക്സ് ചെയ്തിട്ടോ. അപ്പോൾ ഇതാണ് ഇന്നത്തെ വിഷയം.